Question: If 3 raised to 2n plus 2 minus 8n minus 9 is divisible by k for all n belongs to n is true, then which one of the following is a value of k? Options 8, 6, 3, 12. നമുക്കിവിടെ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് 3 raised to 2n plus 2 minus 8n minus 9. ഇവിടെ ഈ സ്മോൾ എന്നിന് നാച്ചുറൽ നമ്പേഴ്സാണ് വിലയായിട്ട് കൊടുക്കാവുന്നത്. അങ്ങനെ 1, 2, 3 എന്ന് എന്നിന് വില കൊടുക്കുമ്പോൾ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്ന എക്സ്പ്രഷൻ്റെ വാല്യൂസിനെ എല്ലാം കെ എന്നൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. അങ്ങനെ എങ്കിൽ കെ എത്രയായിരിക്കും അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എന്നിന് 1 എന്ന് കൊടുക്കാം. അപ്പോൾ ആദ്യം എക്സ്പ്രഷൻ ഒന്ന് എഴുതാം. 3 raised to 2n plus 2 minus 8n minus 9 when n equal to 1 എന്താവും? 3 raised to 2n എന്നുള്ളത് 2 ആവും. 2 plus 2 minus 8n എന്നുള്ളത് 8 minus 9 വരും ഈക്വൽ ടു 3 raised to 4 minus 17 which is equal to 3 raised to 4 എത്രയാണ്? 81. 3-4 പ്രാവശ്യം ആവർത്തിച്ച് ഗുണിക്കുമ്പോൾ 81 കിട്ടും. 81 minus 17 ഈക്വൽ ടു 64. ഇനി തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 64നെ ഡിവൈഡ് ചെയ്യാവുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 8 കൊണ്ട് 64നെ ഡിവൈഡ് ചെയ്യാം. അതേസമയം 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 12 കൊണ്ട് 64നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് 64നെ ഡിവൈഡ് ചെയ്യാവുന്ന 8 മാത്രമേ ഉള്ളൂ. അപ്പോൾ കെയുടെ വാല്യൂ ആയിട്ട് വരാവുന്ന എത്രയേ ഉള്ളൂ? 8 മാത്രമേ ഉള്ളൂ. 8 is a divisor of 64. Therefore k equal to 8. ഇല്ല, മറ്റ് ഓപ്ഷൻസ് ഒന്നും 64ൻ്റെ ഡിവൈസേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വാല്യൂ കൊടുത്ത് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. k equal to 8 കിട്ടുള്ളൂ. ഓക്കെ, പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് അടുത്തത്. കൺസിഡർ ദി സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എൻ so that 7 raised to n minus 3 raised to n is divisible by 4. First sub question: verify the statement for n equal to 1. Then prove the statement by using the principle of mathematical induction. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. പി ഓഫ് എൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? 7 raised to n minus 3 raised to n is divisible by 4. ഇപ്പോൾ ഈ പ്രൂഫ് നന്നായിട്ട് പഠിക്കണം, കാണാതെ പഠിച്ചിരിക്കണം, കാരണം ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യുന്ന നോക്കാം. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യം ഒന്ന് എഴുതാം. പി ഓഫ് എൻ സച്ച് ദാറ്റ് 7 raised to n minus 3 raised to n ഈസ് ഡിവിസിബിൾ ബൈ 4. ഇനി നമുക്ക് ഫോർ n is equal to 1, പി ഓഫ് 1 എന്താവും? 7 raised to 1 minus 3 raised to 1. 7 raised to 1 minus 3 raised to 1 എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു 7 minus 3 ഈക്വൽ ടു 4. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. ഈസ് ഡിവിസിബിൾ ബൈ 4. Therefore P of n is true for n equal to 1. അതായത് എ പാർട്ട് ഓക്കെ. ഇനി ബി പാർട്ട് നോക്കണം. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ പ്രൂഫിൻ്റെ സ്റ്റെപ്പുകൾ ഓർക്കുക. n ഈക്വൽ ടു കെ ആകുമ്പോൾ, അതായത് പി ഓഫ് കെ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദെൻ n ഈക്വൽ ടു കെ പ്ലസ് 1, അതായത് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അസ്യൂം ദാറ്റ് P of k is true. That is P of k എന്താണ്? 7 raised to k minus 3 raised to k is divisible by 4. അതായത് 7 raised to k minus 3 raised to k 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് 7 raised to k minus 3 raised to k equal to 4d എന്ന് എഴുതാം. 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. 4നെ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചാൽ 7 raised to k minus 3 raised to k എന്ന് കിട്ടും. വേർ d belongs to n. d is a natural number. ഇനി നമുക്ക് എന്ത് ചെയ്യണം? n k plus 1 ആകുമ്പോൾ, അതായത് p of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. We have to prove that
P of k plus 1 is true. P of k plus 1 true ആണെന്ന് പ്രൂവ് ചെയ്യണം. That is, to prove that P of k plus 1, so that 7 raised to k plus 1 minus 3 raised to k plus 1 is divisible by 4. ഇത് 4 ആണ്. 7 raised to k plus 1 minus 3 raised to k plus 1 4 ഡിവൈഡ് ചെയ്യുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 7 raised to k plus 1 minus 3 raised to k plus 1 എടുക്കാം. 7 raised to k plus 1 minus 3 raised to k plus 1 equal to, ഇനി ഇതിനകത്ത് നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് മറ്റൊരു എക്സ്പ്രഷൻ കൂടി ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതുണ്ട്. അതിങ്ങനെ എഴുതാം. 7 raised to k plus 1 minus 7 into 3 raised to k plus 7 into 3 raised to k. 7 into 3 raised to k സബ്ട്രാക്ട് ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല. മൈനസ് 3 raised to k plus 1 വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഈ രണ്ട് ടേംസിലും 7 കോമൺ ആണ്. അപ്പോൾ നമുക്ക് 7 കോമൺ ആയിട്ട് എടുത്താൽ 7 into 7 raised to k minus 3 raised to k പ്ലസ് ഇവിടെ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? 3 raised to k കോമൺ ആണ്. 3 raised to k ഇൻറ്റു 7 മൈനസ് 3 എന്ന് വരും. 3 raised to k ഇൻറ്റു 3 ആണ് 3 raised to k പ്ലസ് 1 എന്ന് ഓർക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഈ സ്റ്റെപ്പ് ഓർത്തിരിക്കുക. 7 ഇൻറ്റു 3 raised to k നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി 7 ഇൻറ്റു 7 raised to k മൈനസ് 3 raised to k എന്ന് പറയുന്നത് പി ഓഫ് കെ ആണ്. അത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് 7 raised to k മൈനസ് 3 raised to k ഇൻറ്റു ഈക്വൽ ടു 4d എന്നാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 7 ഇൻറ്റു 4d പ്ലസ് 3 raised to k ഇൻറ്റു 7 മൈനസ് 3 എന്താണ്? 4 ആണ്. അതായത് ഈ രണ്ട് ടേമിലും 4 ഉണ്ട്. 4 ഇൻറ്റു 7d പ്ലസ് 3 raised to k എന്ന് കിട്ടും. അതായത് ഇത് 4ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. 4ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ. Therefore 7 raised to k plus 1 minus 3 raised to k plus 1 is divisible by 4. For P of k plus 1 is true. Please, P of k plus 1 is true. ഇനി P of k true ആണെങ്കിൽ P of k plus 1 true ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. P of 1 true ആണെന്നും പ്രൂവ് ചെയ്തു. Therefore, by principle of mathematical induction, P of n is true for all n belongs to n. Okay. അപ്പോൾ ഇതിനകത്ത് ഈ പ്രൂഫിനകത്ത് ഓർത്തിരിക്കേണ്ട സ്റ്റെപ്പ് ഇതാണ്. 7 ഇൻറ്റു 3 raised to k ഇവിടെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് അറേഞ്ച്മെൻറ്റിന് വേണ്ടിയാണ്. നമുക്ക് ഈ 7 raised to k മൈനസ് 3 raised to kയുടെ വാല്യൂ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇവിടെ ചെയ്യുന്നത്. അത് ഓർത്തിരിക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദി സ്റ്റേറ്റ്മെൻറ്റ് P of n such that x raised to n minus y raised to n is divisible by x minus y. Show that P of 1 is true. Using the principle of mathematical inductions, verify that P of n is true for all natural numbers. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റിനുമായിട്ട് സാമ്യമുള്ളതാണ്. അവിടെ 7ഉം 3 ആണ്. ഇവിടെ എക്സും വൈയും തന്നെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. x raised to n minus y raised to n is divisible by x minus y. നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് എടുത്ത് എഴുതാം. P of n x raised to n minus y raised to n is divisible by x minus y. P of 1 a പാർട്ട് P of 1 ആയിരുന്നു. P of 1 എന്തോരും? x raised to 1 minus y raised to 1 which is equal to x minus y ആണല്ലോ. x minus y കൊണ്ട് ഡിവൈഡ് ചെയ്യാം. is divisible by x minus y. Therefore P of 1 is true. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അസ്യൂം ദാറ്റ്
P of k is true. That is, x raised to k minus y raised to k is divisible by x minus y. അതായത് എക്സ് റൈസ് ടു കെ മൈനസ് വൈ റൈസ് ടു കെ എക്സ് മൈനസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യാമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, എക്സ് റൈസ് ടു കെ മൈനസ് വൈ റൈസ് ടു കെ ഈക്വൽ ടു സം എ ഇൻറ്റു എക്സ് മൈനസ് വൈ. എ എന്നൊരു നമ്പർ കൊണ്ട് എക്സ് മൈനസ് വൈയെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് റൈസ് ടു കെ മൈനസ് വൈ റൈസ് ടു കെ കിട്ടണമല്ലോ. എ ബിലോങ്സ് ടു എന്നെ നമുക്ക് എഴുതാം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ട്രൂ എന്ന് പ്രൂവ് ചെയ്യണം. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് P of k plus 1 എന്ത് വരും? എക്സ് റൈസ് ടു കെ പ്ലസ് വൺ മൈനസ് വൈ റൈസ് ടു കെ പ്ലസ് വൺ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ ഈസ് ട്രൂ. ഇത് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇനി നമുക്ക് എക്സ് റൈസ് ടു കെ പ്ലസ് വൺ മൈനസ് വൈ റൈസ് ടു കെ പ്ലസ് വൺ ഈക്വൽ ടു, നമുക്കിവിടെ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം. കാരണം നമുക്ക് ഉപയോഗിക്കേണ്ടതാണ് എസ് റൈസ് ടു കെ മൈനസ് വൈ റൈസ് ടു കെ ഈക്വൽ ടു എ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് എക്സ് റൈസ് ടു കെ മൈനസ് വൈ റൈസ് ടു കെ എന്നൊരു എക്സ്പ്രഷൻ നമുക്ക് എടുക്കാൻ പറ്റണം. നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, എക്സ് റൈസ് ടു കെ പ്ലസ് വൺ മൈനസ് എക്സ് വൈ റൈസ് ടു കെ. കാരണം ഇവിടുന്ന് എക്സ് ഇത് രണ്ടിനും കോമൺ എടുക്കാം. ദെൻ എസ് റൈസ് ടു കെ മൈനസ് വൈ റൈസ് ടു കെയും കിട്ടും നമുക്ക്. ഇനി മൈനസ് എക്സ് റൈസ് ടു വൈ എക്സ് ഇൻറ്റു വൈ റൈസ് ടു കെ കൊടുത്തുകൊണ്ട് പ്ലസ് എക്സ് ഇൻറ്റു വൈ റൈസ് ടു കെയും കൊടുക്കണം. വാല്യൂവിന് വ്യത്യാസം പറ്റരുത്. മൈനസ് വൈ റൈസ് ടു കെ പ്ലസ് വൺ. ഇനി ആദ്യത്തെ രണ്ട് ടേമിൽ എക്സ് കോമൺ ഉണ്ട്. അപ്പോൾ ഇത് എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു കെ മൈനസ് വൈ റൈസ് ടു കെ എന്ന് എടുക്കാം. പ്ലസ് ഇവിടെ വൈ റൈസ് ടു കെ കോമണാണ്, വൈ റൈസ് ടു കെ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്നും കിട്ടും. ദെൻ എക്സ് റൈസ് ടു കെ മൈനസ് വൈ റൈസ് ടു കെ ഈക്വൽ ടു എ ഇൻറ്റു എക്സ് മൈനസ് വൈ നമ്മൾ കിട്ടി. അതായത് എക്സ് ഇൻറ്റു എ ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് വൈ റൈസ് ടു കെ ഇൻറ്റു എക്സ് മൈനസ് വൈ. അതായത് ഇതിനകത്ത് രണ്ടിനകത്ത് എക്സ് മൈനസ് വൈ കോമൺ ആണല്ലോ. ഓർ എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് എ പ്ലസ് വൈ റൈസ് ടു കെ ഓർ എക്സ് മൈനസ് വൈയുടെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് നമുക്കിത് കിട്ടി. അപ്പോൾ ഈ ഇത് എക്സ് റൈസ് ടു കെ പ്ലസ് വൺ മൈനസ് വൈ റൈസ് ടു കെ പ്ലസ് വൺ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈയുടെ ഒരു മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് എന്താണ്, ദെർഫോർ എക്സ് റൈസ് ടു കെ പ്ലസ് വൺ മൈനസ് വൈ റൈസ് ടു കെ പ്ലസ് വൺ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ. എക്സ് മൈനസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി അങ്ങനെ എക്സ് മൈനസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ട്രൂ. അപ്പോൾ പി ഓഫ് വൺ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ പി ഓഫ് കെ പ്ലസ് വണ്ണും ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, ബൈ പ്രിൻസിപ്പിൾ ഓഫ് mathematical induction, P of n is true for all n belongs to n. Okay. Another question. Consider the statement 10 raised to 2n minus 1 plus 1 is divisible by 11. Verify that P of 1 is true and then prove that the statement by using mathematical induction. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് എൻ എന്ന് എഴുതാം. പി ഓഫ് എൻ that 10 raised to 2n minus 1 plus 1 is divisible by 11. പി ഓഫ് വൺ നോക്കാം. അതായത് ഇനി 1 ആകുമ്പോൾ പി ഓഫ് 1 is equal to 10 raised to 2 into 1 minus 1 plus 1 which is equal to 10 raised to 2 minus 1 വരും. That is 10 raised to 1 plus 1 equal to 10 raised to 1 എത്രയാണ് 10. 10 plus 1 11. 11 is divisible by 11. Therefore P of 1 is true. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? n k ആകുമ്പോൾ P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. Assume that P of k is
true. That is, P of k എന്താണ് 10 raised to 2k minus 1 plus 1 is divisible by 11. ഇത് ട്രൂ ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഓർ നമുക്ക് ഇങ്ങനെ എടുക്കാം 10 raised to 2k minus 1 plus 1 equal to സം 11m എന്നെടുക്കാം. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ 11ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും 10 raised to 2k minus 1 plus 1. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? P of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. We have to prove that P of k plus 1 is true. That is, P of k plus 1 എന്താണ്? Ten raised to 2 into k plus 1 minus 1 plus 1 is divisible by 11 എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കിത് നോക്കാം. 10 raised to 2 into k plus 1 minus 1 plus 1 equal to, നമുക്കിതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 10 raised to 2k plus 2 minus 1 plus 1 which is equal to, ഓർക്കുക നമ്മളെപ്പോഴും ചെയ്യുന്നത് ഈ n equal to k ആകുമ്പോഴേ P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ആ P of k ഉപയോഗിച്ചാണ് P of k plus 1ൻ്റെ പ്രൂഫ് ചെയ്യുന്നത്. അപ്പോൾ P of kയിലുള്ള ടേംസ് നോക്കി 10 raised to 2k minus 1 എന്നുണ്ട്. അപ്പോൾ നമുക്ക് 10 raised to 2k minus 1 എന്നുള്ളത് നമുക്ക് ആവശ്യം വരും. 10 raised to 2k minus 1 into 10 square എന്ന് എഴുതാം. കാരണം a raised to m into a raised to n എന്താണ്? a raised to m plus n ആണ്. പ്ലസ് 1 which is equal to, നമുക്ക് 10 raised to 2k minus 1 മാത്രമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ 10 സ്ക്വയറിന് ഒരു കോമൺ ഫാക്ടറായിട്ട് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം. നോക്കുക, നമുക്ക് വേണ്ടത് എന്താ? 10 raised to 2k minus 1 plus 1 എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ 10 സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 10 സ്ക്വയറും കൂടെ വന്നു പ്ലസ് 10 സ്ക്വയറും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 10 സ്ക്വയറിനെ കോമൺ എടുത്ത് 10 raised to 2k minus 1 plus 1 ആക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. 10 raised to 2k minus 1 into 10 സ്ക്വയർ. അപ്പോൾ ഇവിടുന്ന് 10 സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? ഒരു പ്ലസ് 10 സ്ക്വയറും കൂടെ കൊടുത്താൽ മതി. ഇപ്പോൾ ഈ രണ്ട് ടേമിൽ നിന്ന് 10 സ്ക്വയർ കോമൺ ആയിട്ട് എടുത്ത് 10 raised to 2k minus 1 plus 1 എന്ന് കിട്ടും. ഇനി 10 സ്ക്വയർ ആഡ് ചെയ്തപ്പോൾ സബ്ട്രാക്ട് ചെയ്യാൻ വേണം. മൈനസ് 10 സ്ക്വയർ പ്ലസ് 1 which is equal to, ഈ രണ്ട് ടേംസിൽ നിന്ന് 10 സ്ക്വയർ കോമൺ എടുക്കുന്നു. 10 സ്ക്വയർ ഇൻറ്റു 10 raised to 2k minus 1 plus 1 എന്നായി. ഈ രണ്ട് ടേമിന് 10 സ്ക്വയർ കൂടുമ്പോൾ അപ്പോൾ ഇത് നമുക്ക് നോക്കി, ഇത് നമുക്ക് നേരത്തെ കിട്ടിയ പോണത് തന്നെയാണ്. ഇനി മൈനസ് 10 സ്ക്വയർ പ്ലസ് 1 എത്രയാണ്? 10 സ്ക്വയർ എത്രയാണ്? 100 ആണ്. 100 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 100 പ്ലസ് 1. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 10 സ്ക്വയർ ഇൻറ്റു, ഇത് 11ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമ്മൾ കണ്ടു, അത് നമ്മൾ 11 എന്ന് എഴുതി, ഇൻറ്റു 11m. ഇനി മൈനസ് 100 പ്ലസ് 1, മൈനസ് 100 പ്ലസ് 1 എത്ര? മൈനസ് 99 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു, നോക്കുക ഇതിനകത്ത് 11 ഉണ്ട്, 99 11ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 11 ഇൻറ്റു 10 സ്ക്വയർ m മൈനസ് 11 അങ്ങനെ 99, അപ്പം മൈനസ് 9 എന്ന് കിട്ടും. അതായത് ഈ 10 raised to 2 P of k plus 1 എന്ന് പറയുന്നത് 11ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. Therefore 10 raised to 2k plus 2 into k plus 1 minus 1 plus 1 is divisible by 11. That is, P of k plus 1 is true. Hence, by principle of mathematical induction, P of n is true for all n belongs to n. Okay. அடுத்த question. Consider the statement
3 raised to 2n plus 2 minus 8n minus 9 is divisible by 8. Verify the statement is true for n equal to 1. Prove the statement using the principle of mathematical induction for all natural numbers. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് പി ഓഫ് എൻ എന്ന് എഴുതാം. പി ഓഫ് എൻ 3 raised to 2n plus 2 minus 8n minus 9 is divisible by 8. നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ n 1 ആകുമ്പോഴാണ് പി ഓഫ് 1 ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പി ഓഫ് 1 3 raised to n-ന് 1 കൊടുക്കുമ്പോൾ 3 raised to 2 plus 2 minus 8 minus 9 വരും, which is equal to 3 raised to 4 minus 17, that's equal to 81 minus 17 equal to 64. ഇനി 64നെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പി ഓഫ് 1 ഈസ് ട്രൂ ആണ്. ട്രൂ ആസ് 64 is divisible by 8. Divisible by 8. ഇനി സെക്കൻഡ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. Assume that P of K is true. That is 3 raised to 2k plus 2 minus 8k minus 9 is divisible by 8. ഇപ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ 8ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും ഇതിൻ്റെ വാല്യൂ. അതായത് 3 raised to, that is 3 raised to 2k plus 2 minus 8k minus 9 equal to some 8m നമുക്ക് എഴുതാം. 8ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? We have to prove that P of K plus 1, that is P of K plus 1 എന്താണ്? 3 raised to 2 into K plus 1 plus 2 minus 8 into K plus 1 minus 9 is divisible by 8. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്ന നമ്പർ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. നമുക്കിവിടെ നോക്കാം. 3 raised to 2 into k plus 1 plus 2 minus 8 into k plus 1 minus 9 which is equal to 3 raised to 2k plus 2 plus 2 minus 8 into k plus 1 minus 9 which is equal to, നമുക്ക് ഇത് യൂസ് ചെയ്യാണ് വേണ്ടത്. 3 raised to 2k plus 2 minus 8k minus 9 equal to 8 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രൂഫ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 3 raised to 2k plus 2 plus 2 എന്നുള്ളത് 3 raised to 2k plus 2 into 3 square എന്നാക്കാം. minus 8 into k plus 1 minus 9 which is equal to, നമുക്കിവിടെ 3 raised to 2k plus 2ൻ്റെ കൂടെ 3 square into 3 raised to 2k plus 2, then ഇവിടെ minus 8k minus 9 ഉണ്ടല്ലോ, അത് എഴുതുകയും പ്ലസ് 8k പ്ലസ് 9 കൂടെ ചേർക്കാം. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയിക്കോളും. അപ്പോൾ പോയിട്ട് 3 square into 3 raised to 2k plus 2 എന്ന് തന്നെ വരും. ദെൻ ബാക്കിയുള്ള ടൈംസ് അതുകൂടെ തന്നെ 8 into k plus 1 minus 9 which is equal to 3 square into, നോക്കുക, ഇത്രയും ഭാഗത്തിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇത്രയും ഭാഗം 3 raised to 2k plus 2 minus 8k minus 9 ആണല്ലോ, അത് 8ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നും 8m എന്നും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 8m plus 8k plus 9 എന്നെടുക്കാം. minus 8 into k plus 1 minus 9, ഓക്കെ, which is equal to 3 square 8m plus 3 square 8k, 3 square into 8k, 3 square into 8m plus 3 square into 9, 3 square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, minus 8 into k plus 1 minus 9. നോക്കുക, ഇതിനകത്ത് രണ്ടിനകത്ത് 8 ഉണ്ട്. അപ്പോൾ 8 into 3 square m plus 3 square k. then ഇത് 3 square into 9 ആണ്. ഇവിടെയും 8 ഉണ്ട്.
minus 8 into k plus 1. Then ഇവിടെ 3 സ്ക്വയർ 9 മൈനസ് 9 ഉണ്ട്, പ്ലസ് 3 സ്ക്വയർ 9 എത്രയാണ്? 81 മൈനസ് 9 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു, ഇതിനകത്ത് രണ്ടിനകത്ത് 8 കോമൺ ഉണ്ടല്ലോ, 8 ഇൻറ്റു 3 സ്ക്വയർ എം പ്ലസ് 3 സ്ക്വയർ കെ മൈനസ് കെ പ്ലസ് 1. ദെൻ പ്ലസ് 81 മൈനസ് 9 എത്രയാണ്? 72. 72ൽ 8ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ, ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു 3 സ്ക്വയർ എം പ്ലസ് 3 സ്ക്വയർ കെ മൈനസ് കെ പ്ലസ് 1. ദെൻ പ്ലസ് 9. 8ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടി, കാരണം 9 8 72 ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ്, ഇപ്പോൾ നമ്മൾ തുടങ്ങിയത് എവിടെയാണ്? 3 raised to 2 into k plus 1 plus 2 minus 8 into k plus 1 minus 9. അത് 8ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടി. അതായത് ഈ നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. is 3 raised to 2 into k plus 1 plus 2 minus 8 into k plus 1 minus 9 is divisible by 8. Therefore, P of k plus 1 is true. Hence, by principle of mathematical induction, P of n is true for all n belongs to n. Okay.